ഹലോ, അങ്ങനെ 6 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ അനിയൻ കിരണിന്റെ കല്യാണം അടിച്ചു പൊളിക്കാനായിട്ട്. ഇപ്പം എന്തായാലും രാവിലെ തന്നെ കല്യാണ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിൽ കയറിയിട്ട് നല്ല അടിപൊളി മസാല ദോശയും പൂരി മസാലയും വടയൊക്കെ കഴിച്ചിട്ട് ആദ്യം പോയത് അൽമാരയിലേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല അഫോർഡബിൾ റേറ്റും ആണ്. അരുണിന് എൻഗേജ്മെന്റിനുള്ള നല്ല അടിപൊളി ഷെർവാണിയും പിന്നെ പപ്പയ്ക്കും കിരണിനും മധുരം വെപ്പിനുള്ള കുർത്തയൊക്കെ അവിടെ നിന്നാണ് എടുത്തത്. പിന്നെ ചാക്ക് ആൻഡ് ജോൺസിന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. അരുൺ കുറച്ച് ടീഷർട്ട്സും ജീൻസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് KKV ഗോൾഡ് ബാറിലേക്കാണ്. അവിടുത്തെ ജിഞ്ചർ സർബത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. എൻ്റെ മാത്രമല്ല അരുണിൻ്റെ അമ്മയുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടാണ്. അപ്പോൾ നല്ല ഉപ്പിട്ട ജിഞ്ചർ സർബത്തൊക്കെ കുടിച്ച് അരുണിൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അരുണിൻ്റെ ഫേവറേറ്റ് പള്ളിയായിട്ടുള്ള കപ്പൽ പള്ളിയിലേക്കാണ്. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അത് കഴിഞ്ഞപ്പോഴേക്കും വിശക്കാൻ തുടങ്ങിയപ്പോൾ നേരെ നെല്ലിക്കയിൽ കയറിയിട്ട് നല്ല അടിപൊളി പയർ കഞ്ഞിയും പപ്പടവും ബ്രൗൺ പയറും പിന്നെ നല്ല ചൂട് കൊഴുവ ഫ്രൈയും ചാള ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ഇതെൻ്റെ അനിയത്തിനും ഭയങ്കര ഫേവറേറ്റ് ആണ്. അവൾക്ക് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുണ്ടാവും. അപ്പോൾ എന്തായാലും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് റോക്ക് ആൻഡ് റോസിലാണ് പോയത്. അവിടെ നല്ല ലൈവ് മ്യൂസിക് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇതിനു മുമ്പും 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് നാട്ടിൽ വന്ന സമയത്ത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ലൈവ് മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.